മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ എറണാകുളം സിപിഐയെ വെട്ടിലാക്കി കൊട്ടേഷൻ വിവാദം. അന്തരിച്ച മുൻ എംഎൽഎ പി രാജുവിന്റെ ഡ്രൈവർ തന്നെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയെന്ന പരാതിയുമായി സിപിഐ ജില്ലാ സെക്രട്ടറിയുടെ മകനും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഡിവിൻ കെ ദിവാകരൻ. പരാതിയുടെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. അതേസമയം പരാതിയെക്കുറിച്ച് പരിശോധിക്കാമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. മുൻ എംഎൽഎയും ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി രാജുവിന്റെ മരണത്തെ തുടർന്ന് എറണാകുളം സിപിഐയിലുണ്ടായ വിവാദങ്ങളും പോരും കൂടുതൽ രൂക്ഷമാവുകയാണ്. പി രാജുവിന്റെ ഡ്രൈവർ ധനേഷും സുഹൃത്ത് വിധുലും എന്നിവർ തന്നെയും ചില പാർട്ടി നേതാക്കളെയും കൊല്ലാൻ പദ്ധതിയിട്ടതായും അതിനായി വൈപ്പിനിലെ ക്രിമിനൽ സംഘങ്ങൾക്ക് കൊട്ടേഷൻ നൽകിയതായും സിപിഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരന്റെ മകനും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഡെവിൻ കെ ദിനകർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അക്രമങ്ങൾ നടത്തിയാൽ അത് മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണെന്നും പരാതിയിൽ പറയുന്നു. പി രാജുവിന്റെ ഡ്രൈവറുടെ മൊബൈൽ ഫോൺ കോളുകളും വിവരങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും പരിശോധിക്കണമെന്നും എറണാകുളം റൂറൽ എസ്പിക്കും മുനമ്പം ഡിവൈഎസ്പിക്കും നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം രാജുവിന്റെ ഡ്രൈവർ പാർട്ടിക്കാരനല്ലെന്നും പരാതി നൽകിയതിനെക്കുറിച്ച് തനിക്കറിയില്ലെന്നുമായിരുന്നു പിതാവ് കൂടിയായ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. എനിക്കറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ അതിരാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. എൻ്റെ വീട്ടിലല്ല അദ്ദേഹം താമസിക്കണം, പുറത്ത് താമസിക്കുകയാണ്. അതെനിക്കറിയില്ല. ഞാനത് അന്വേഷിച്ചിട്ട് പറയാം. എനിക്കറിയില്ല. അറിയാത്ത കാര്യം ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കുന്നത് ശരിയല്ല. ഞാൻ എന്തായാലും അത് അന്വേഷിക്കും. എംഎൽഎയുടെ ഡ്രൈവർ പാർട്ടിക്കാരനൊന്നുമില്ല. എംഎൽഎയുടെ ഡ്രൈവർ പാർട്ടിക്കാരനേ അല്ല. എനിക്ക് എത്ര കാലമായിട്ട് അറിയാവുന്നതാണ്. സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയനായ പി രാജുവിനെ ആരോപണങ്ങളിൽ തെറ്റില്ലെന്ന പാർട്ടി കൺട്രോൾ കമ്മീഷൻ കണ്ടെത്തിയിട്ടും അദ്ദേഹത്തെ നേതൃത്വത്തിലേക്ക് തിരിച്ചെടുക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ തടഞ്ഞുവെന്നും കുടുംബാംഗങ്ങൾ നേരത്തെ ആരോപിച്ചിരുന്നു. രാജുവിന്റെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതിലെയും കുടുംബം എതിർത്തിരുന്നു. അഖിൽ പാലോട്ടുമഠം, ജനം, കൊച്ചി.